നാട്ടിൽ ധാരാളം ബ്രോക്കർമാരുണ്ട് അല്ലേ. ഇപ്പോൾ നമ്മളുടെ ഈ റുപ്പിമങ് ചാനലിൽ തന്നെ ഒരു 10-12 ബ്രോക്കർമാരുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. നമ്മളെപ്പോഴും വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ ആ ബ്രോക്കറുടെ ഒരു അക്കൗണ്ട് എടുത്ത് അത് ട്രൈ ചെയ്ത് നല്ലതാണെന്ന് ഉറപ്പ് വരുത്തിയിട്ട് ആണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെ നമ്മൾ വീഡിയോകൾ ചെയ്തിട്ടുണ്ട്, അതിൽ ട്രാൻസാക്ഷനുകളൊക്കെ നടത്തിയിട്ടുണ്ട്. അങ്ങനെയെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ടും നമ്മൾ തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെയും നമ്മളെ നിരാശപ്പെടുത്താത്ത ഒരൊറ്റ ബ്രോക്കറേ ഉള്ളൂ എന്നുള്ളതാണ്. അത് സെറോദയാണ്. സെറോദയുടെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഡിസ്കൗണ്ട് ബ്രോക്കറായ സെറോദയിൽ ഞാൻ എന്തുകൊണ്ടാണ് സെറോദയിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിൽക്കുന്നത്, സെറോദ കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കുന്നത്, എന്തുകൊണ്ട് മറ്റുള്ള ബ്രോക്കർമാരെക്കാൾ സെറോദ വ്യത്യസ്തപ്പെടുന്നു, എന്താണ് മറ്റുള്ള പല ബ്രോക്കർമാരെയും നമ്മൾ ഉപയോഗിക്കാനുള്ള കാര്യം എന്നുള്ളതൊക്കെയാണ് ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ സുബീഷാണ്. റുപ്പിമങ് എന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലിലൂടെയും ആസ്ക് റുപ്പിമങ് എന്ന് പറഞ്ഞ വാട്സപ്പ് സർവീസിലൂടെയും പേഴ്സണൽ ഫിനാൻസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഞാനാണ്. നമ്മൾ റുപ്പിമങ് ചാനൽ ഏകദേശം 3 വർഷത്തിന് മേളിലായി നമ്മൾ തുടങ്ങിയിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും കൂടുതൽ നമ്മൾ പ്രൊമോട്ട് ചെയ്തിട്ടുള്ളത് ആരെയാണ്? ഈ സ്റ്റോക്ക് ബ്രോക്കർമാരെയാണ്. സ്റ്റോക്ക് ബ്രോക്കർമാരെ പ്രൊമോട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്റ്റോക്ക് ബ്രോക്കർ ആളുകൾക്ക് തെറ്റില്ലാത്ത സർവീസ് കൊടുക്കുന്നുണ്ട്, കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർ കോണ്ടാക്ട് ചെയ്യും. അത് നമ്മൾ ചെക്ക് ചെയ്ത് നമ്മൾ സ്വന്തമായിട്ടൊരു അക്കൗണ്ടൊക്കെ എടുത്ത് അവരുടെ ട്രാൻസാക്ഷനൊക്കെ നടത്തിയതിന് ശേഷം നമ്മളവർക്ക് ഒരു വീഡിയോ ചെയ്യാം എന്നുള്ള ഒരു ഉറപ്പ് കൊടുക്കും. ചെറിയൊരു ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒക്കെ അതിലുണ്ട് കേട്ടോ. പക്ഷെ നമ്മൾ പല ബ്രോക്കർമാരെയും നമ്മൾ വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ഇപ്പോൾ ഇതിൽ ജോയിൻ ചെയ്യുന്ന എനിക്കോ നിങ്ങൾക്കോ യാതൊരുവിധ ബെനിഫിറ്റും ഇല്ല. ജോയിൻ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപയോഗിച്ച് ഈ ചില ബ്രോക്കർമാരുടെ ചാർജുകൾ വളരെ കൂടുതലാണ്, ചില ബ്രോക്കർമാരുടെ ആപ്ലിക്കേഷനുകൾ വളരെ ദയനീയമാണ്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നമ്മൾ അത്തരം കാര്യങ്ങൾ നമ്മൾ വേണ്ട എന്ന് പറയും. അങ്ങനെ നമ്മൾ കുറേ ബ്രോക്കർമാരുടെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ചില ബ്രോക്കർമാരെയൊക്കെ ഇടയ്ക്ക് വെച്ച് ഉപേക്ഷിച്ച് പോകേണ്ടതായിട്ട് തോന്നും. അത്തരം ബ്രോക്കർമാരുടെ പേര് നിങ്ങൾക്ക് നമ്മളുടെ സ്റ്റോക്കിൻ്റെ പ്ലേലിസ്റ്റിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ ഏതൊക്കെ ബ്രോക്കർമാരാണ് ഞാൻ ചെയ്തിട്ടുള്ളത്, ഏതൊക്കെയാണ് ഇപ്പോൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെ നിങ്ങൾക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുമല്ലോ. അപ്പോൾ ഞാൻ അവരുടെ പേരെടുത്തൊന്നും പറയുന്നില്ല. എങ്കിലും ചില ബ്രോക്കർമാർ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഉണ്ടായിരുന്ന അതേ ഒരു രീതിയിലുള്ള ക്വാളിറ്റി ഓഫ് സർവീസോ പെർഫോമൻസോ ഒന്നും തരാത്തത് കൊണ്ട് അത്തരം ബ്രോക്കർമാർ ഉപേക്ഷിച്ചു. പക്ഷേ ഞാൻ ഏകദേശം ഒരു 6 വർഷം മുൻപ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സെറോദയുടെ പേഴ്സണൽ അക്കൗണ്ട് ഇപ്പോഴും ഞാൻ നിലനിർത്തുന്നുണ്ട്. അതിൽ എൻ്റെ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നുള്ളൂ. അത് മാത്രമല്ല കേട്ടോ, ഇപ്പോൾ ലാസ്റ്റ് കുറച്ച് സമയമായിട്ട് മറ്റുള്ള ബ്രോക്കർമാരെ ഒഴിവാക്കിയപ്പോൾ ഞാൻ എൻ്റെ ഫാമിലി മെമ്പേഴ്സിൻ്റെയൊക്കെ അക്കൗണ്ടുകൾ ഞാൻ സെറോദയിലേക്ക് മാറ്റുകയും ചെയ്തു. അത് എന്തുകൊണ്ടാണ് സെറോദയിലേക്ക് മാറ്റാനുള്ള കാര്യം എന്നുള്ളതാണ് ഞാൻ പരമാവധി ഇതിൽ പറയുന്നത്. അപ്പോൾ സെറോദ ഒരു ഡിപ്പെൻഡബിൾ ആയിട്ടുള്ള ട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ബ്രോക്കറാണ് എന്നുള്ളതാണ് എൻ്റെ ഇതുവരെ ഉള്ള അഭിപ്രായം. അതായത് മറ്റുള്ള ആളുകളെ കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് സെറോദയിൽ അക്കൗണ്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലെ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഇത് ചെയ്യാം. ആദ്യമേ പറയട്ടെ, ഇത് സെറോദ സ്പോൺസർ ചെയ്ത വീഡിയോ അല്ല. സെറോദ വീഡിയോ ചെയ്യാനായിട്ട് ആർക്കും സ്പോൺസർഷിപ്പ് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അറിവ്. മറ്റുള്ള ബ്രോക്കർമാരൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷേ സെറോദ കൊടുക്കുന്നില്ല. അങ്ങനെ പൈസ കൊടുത്തിട്ട് വീഡിയോ ചെയ്ത് അവർക്ക് ഒരു ട്രാക്ഷൻ ഉണ്ടാക്കേണ്ട കാര്യമില്ല എന്നാണ് അവർ പറയുന്നത്. ഇതുകൊണ്ടാണ് സെറോദ നല്ലത് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഫാമിലി പോർട്ട്ഫോളിയോകൾ അതിലേക്ക് മാറ്റിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഒന്ന്, ഇതുവരെ അവരുടെ സൈഡിൽ നിന്ന് ഒരു ഡേറ്റ പ്രൈവസി ഇഷ്യൂ വന്നിട്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും വലിയ ബിസിനസ്മാനായിട്ടുള്ള മുകേഷ് അംബാനി പറഞ്ഞു കേട്ടിട്ടില്ലേ, ഭാവിയിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡേറ്റ ആയിരിക്കും. ഭാവിയിലെ ഓയിൽ ഡേറ്റ ആയിരിക്കും. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും ഡേറ്റ, നമ്മുടെ ഫോൺ നമ്പർ ആവട്ടെ, ഇമെയിൽ ആവട്ടെ, നമ്മുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ആവട്ടെ, ഇതെല്ലാം വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. അത് കിട്ടുന്നവന് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷനാണ്. പലപ്പോഴും എനിക്ക് മനസ്സിലായിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഒരു പ്രത്യേക ബ്രോക്കറുടെ അക്കൗണ്ട് ജോയിൻ ചെയ്യുന്ന സമയത്ത്, ജോയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് ട്രേഡൊക്കെ തുടങ്ങിക്കഴിഞ്ഞാൽ ഉടനെ 10-20 ടിപ്പ് പ്രൊവൈഡർമാർ, അക്കൗണ്ട് ഹാൻഡ്ലേഴ്സൊക്കെ കോളും കൊണ്ടുവരും. അവർ മെസ്സേജ് അയക്കലായി, അവർ നിങ്ങൾ ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം, നിങ്ങൾക്ക് ടിപ്പ് തരാം, അങ്ങനെയൊക്കെ പറഞ്ഞ് വളരെ വലിയ തട്ടിപ്പുകളുമായിട്ട് വരാറുണ്ട്. അതെന്തുകൊണ്ടാണ്? നമ്മുടെ ഫോൺ നമ്പറും ഇമെയിലൊക്കെ ബ്രോക്കർക്ക് കൈമാറുന്നു, അവർ ഈ ഡേറ്റ റീസെല്ല് ചെയ്യുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. അല്ലാതെ യാതൊരു വഴിയില്ല. അപ്പോൾ അങ്ങനെ ഒരു ദുരനുഭവം ഒരു പ്രാവശ്യം പോലും സെറോദയിൽ നിന്ന് എനിക്ക് വന്നിട്ടില്ല എന്നുള്ളതാണ് ട്രസ്റ്റ് സെറോദയിൽ കൂട്ടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. ഭാവിയിലും അത് തന്നെയായിരിക്കും ഏറ്റവും വലിയ കാര്യം എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ചാർജുകളുടെ കാര്യമാണ്.
മലയാളികളെ ഷെയർ മാർക്കറ്റിനെ പറ്റി പഠിപ്പിച്ചു എന്ന് പറയുന്ന യൂട്യൂബർ ഒരു പ്രത്യേക ബ്രോക്കറുടെ സബ് ബ്രോക്കറായിട്ട് വർക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ അഫിലിയേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയോ ഒക്കെ ചെയ്ത സമയത്ത് ആ ബ്രോക്കിംഗ് ഹൗസിൻ്റെ ചാർജുകൾ എന്തായിരുന്നു എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ യൂട്യൂബറേയും പറയുന്നില്ല, ബ്രോക്കറേയും പറയുന്നില്ല. പക്ഷേ അന്ന് എല്ലാം ഫ്രീ ആയിരുന്നു. പക്ഷേ കുറച്ച് കാലം അങ്ങ് കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ ചാർജുകൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 20 രൂപയായിട്ട് വർദ്ധിപ്പിച്ചു. എല്ലാ ഓർഡറിനും 20 രൂപ, അക്കൗണ്ട് മെയിൻ്റനൻസ് ചാർജുകൾ, ആനുവൽ ഫീകൾ എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദുരനുഭവം സെറോദയിൽ നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ സെറോദ തുടങ്ങുന്ന സമയത്ത് തന്നെ സീറോ ലോങ് ടേം ബ്രോക്കറേജ് എന്നുള്ള രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ബ്രോക്കറാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ലോങ് ടേമിലേക്ക് ബൈ ചെയ്യുന്ന ഷെയറുകൾക്ക് ഇതുവരെയും ചാർജുകൾ ഈടാക്കുന്നില്ല, ബ്രോക്കറേജുകൾ ഈടാക്കുന്നില്ല. മറ്റുള്ള ടാക്സുകൾ, മറ്റുള്ള ചാർജുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ബ്രോക്കറേജ് എന്നുള്ള രീതിയിൽ സെറോദ തുടങ്ങിയ അന്നുള്ള സീറോ തന്നെയാണ് ഇപ്പോഴുള്ളത്. അതുപോലെ ഓർഡറുകൾക്ക് മറ്റുള്ള ഇൻട്രാഡേയോ അല്ലെങ്കിൽ ഓപ്ഷൻസിനൊക്കെ 20 രൂപ എന്നുള്ള രീതിയിലുമാണ്. അത് ഇതുവരെ മാറിയിട്ടില്ല. ആ ഒരു കൺസിസ്റ്റൻസിയാണ് രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം. മൂന്നാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ബ്രോക്കർമാരുടെ അക്കൗണ്ടുകളിൽ നമ്മൾ എടുത്തിട്ട് അത് ട്രാൻസാക്ഷനൊക്കെ നടത്തി അതിൻ്റെ പ്രോഫിറ്റും ലോസും ഒക്കെ ചെക്ക് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മളറിയാത്ത രീതിയിലുള്ള കുറേ ചാർജുകളൊക്കെ അതിൽ വരാറുണ്ട് കേട്ടോ. ഞാൻ ബ്രോക്കർമാരെ മോശക്കാരനാക്കാനായിട്ട് ഞാൻ അത്തരം ആളുകളുടെ പേര് പറയുന്നില്ല. പക്ഷേ ചില ബ്രോക്കർമാരുടെ അടുത്ത് അങ്ങനെ ഒരു ദുരനുഭവമാണ്. നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മളെ വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഞാനത് പറഞ്ഞുതരാം, പേഴ്സണലായിട്ട് പറഞ്ഞുതരാം. അപ്പോൾ വാട്സപ്പ് നമ്പർ 8848030018 ആണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ സെറോദയിൽ ഇതുവരെയും അങ്ങനെ ഒരു അധിക ചാർജ് എടുത്തുകൊണ്ട് നമ്മൾക്ക് നഷ്ടം വരുത്തുന്ന യാതൊരുവിധ ഇൻസ്റ്റൻസും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് സെറോദ ഇഷ്ടപ്പെടാനുള്ള മറ്റൊരു കാരണം. പിന്നെ പല കാര്യങ്ങൾ വേറെയുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കാര്യങ്ങൾ, ചെറിയതായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ബാസ്ക്കറ്റ് ഓർഡർ എന്ന് പറഞ്ഞുള്ളൊരു കൺസെപ്റ്റ് സെറോദയിൽ വളരെ നല്ലതായിട്ടാണ്. അതായത് പല സ്റ്റോക്കുകളോ അല്ലെങ്കിൽ പല ഓപ്ഷനുകളോ ഒരുമിച്ച് ബൈ ചെയ്യാനും സെല്ല് ചെയ്യാനും ഒക്കെയുള്ള ഓപ്ഷൻ ബാസ്ക്കറ്റ് ഓർഡറുകൾ എന്നുള്ള രീതിയിലുണ്ട്. അതുപോലെ GTT ഓർഡറുകൾ, നമുക്ക് 1 വർഷം വരെ ഒരു സ്റ്റോക്കോ അല്ലെങ്കിൽ ഒരു ഓപ്ഷനോ നമ്മൾക്ക് ഒരു പ്രത്യേക പ്രൈസിൽ വന്നാൽ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യണമെന്നുണ്ടെങ്കിൽ GTT ഓർഡറുകളുടെ ഇതുണ്ട്. അതുപോലെ SIP, സ്റ്റോക്കിൽ SIP ചെയ്യാനുള്ള സംവിധാനങ്ങൾ. അതുപോലെ ഇവരുടെ റിപ്പോർട്ടിംഗ് സംവിധാനം, ഇവരുടെ കൺസോൾ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ വഴി റിപ്പോർട്ടിങ് വളരെ വളരെ ഏറ്റവും നല്ല റിപ്പോർട്ടിംഗ് എന്നുള്ള രീതിയിൽ തന്നെ പറയാവുന്ന റിപ്പോർട്ടിംഗ് ഉണ്ട്. പിന്നെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റോക്കിന് പുറമെ മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങാനായിട്ട് കോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം, ഡയറക്റ്റ് ആയിട്ടുള്ള മ്യൂച്വൽ ഫണ്ടുകൾ സെറോദ വഴി വാങ്ങാനായിട്ട് കോയിൻ ഞാൻ എൻ്റെ പാരൻസിൻ്റെ വേണ്ടിയിട്ട് കോയിൻ വഴി നമ്മൾ ചെയ്യാറുണ്ട്. പിന്നെ മറ്റൊരു കാര്യം, സ്മോൾ കേസുകൾ, നമ്മളൊരു തീം ബേസ്ഡ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നതിനായിട്ട് സ്മോൾ കേസുകളുടെ ഒരു ടോട്ടൽ ഇൻ്റഗ്രേഷൻ സെറോദയുമായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സെറോദയിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് സ്മോൾ കേസ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ സെറോദ ID വെച്ച് ലോഗിൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഏത് സ്മോൾ കേസാണോ അവിടെ നമ്മൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്നത് അവിടെ വാങ്ങിക്കഴിഞ്ഞാൽ നമ്മളുടെ സെറോദയുമായിട്ട് അത് എന്തായി ഇൻ്റഗ്രേറ്റ് ആയി, നമ്മൾക്ക് നമ്മുടെ സ്റ്റോക്കുകൾ നമ്മുടെ സെറോദ അക്കൗണ്ടിൽ റിഫ്ലക്റ്റ് ആവാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ ഒരു ഇൻ്റഗ്രേഷൻ അതിലുണ്ട്. അത് വളരെ നല്ല ഒരു ഓപ്ഷനാണ്. ഇതൊക്കെയാണെന്നുണ്ടെങ്കിലും കുറച്ച് ഡ്രോബാക്സ് ഉണ്ട്. എനിക്ക് പ്രധാനമായിട്ട് തോന്നിയത് എന്താണെന്ന് വെച്ചാൽ ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന സമയത്ത് ചില കാര്യങ്ങളിൽ നമ്മൾക്ക് ട്രാൻസാക്ട് ചെയ്യാനായിട്ട് സെറോദ സമ്മതിക്കാറില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് വളരെയധികം ഓർഡറുകൾ ഒരു പ്രത്യേക സ്ട്രൈക്കിലോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാര്യത്തിനോ വന്നു കഴിഞ്ഞാൽ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അവർ അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രിവെൻറ്റ് ചെയ്തിട്ടുണ്ട്. അതൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഞാൻ അത്ര വലിയൊരു ഓപ്ഷൻസ് ട്രേഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല എന്നുള്ളത് കൊണ്ട് എനിക്ക് അങ്ങനെ അത്ര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. പിന്നെ മുൻകാലങ്ങളിൽ ചെറിയ പെർഫോമൻസ് ഇഷ്യൂകളും സിസ്റ്റം ഡൗൺ ആവുന്ന വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഇപ്പോൾ ഇല്ല. പെർഫോമൻസ് എനിക്കിപ്പോൾ ഒരു ലാസ്റ്റ് 1.5 വർഷമായിട്ട് യാതൊരുവിധ പ്രശ്നവും ഇല്ലാത്ത രീതിയിൽ ട്രേഡ് ചെയ്യാനോ ഇൻവെസ്റ്റ് ചെയ്യാനൊക്കെ സാധിക്കുന്നതാണ്. പിന്നെ ഞാൻ സെറോദ മാത്രമല്ല കേട്ടോ ഉപയോഗിക്കുന്നത്, ഞാൻ മറ്റുള്ള 1-2 ബ്രോക്കറും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ആക്റ്റീവായിട്ട് ചെയ്യുന്നത് സെറോദയാണ് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞിരുന്നത്. അപ്പോൾ എന്തുകൊണ്ടോ നമുക്കിപ്പോൾ ഒരു ട്രസ്റ്റ് വർത്തി ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാനും ട്രേഡ് ചെയ്യാനും പറ്റുന്ന പ്ലാറ്റ്ഫോമാണ് സെറോദ എന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോയുടെ അടുത്ത ഒരു സെക്ഷനിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഈ സെറോദയുടെ കൈറ്റ് എന്ന് പറഞ്ഞ പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ ട്രേഡ് ചെയ്യാം എന്നുള്ളതാണ് ഇതിൻ്റെ അടുത്ത സെക്ഷനിൽ പറയാനായിട്ട് പോകുന്നത്. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ട്രൈ ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ഈ സെറോദ.
ഡിസ്കൗണ്ട് ബ്രോക്കിംഗ് പ്ലാറ്റ്ഫോമാണ്. ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് അത് ചെയ്യാം. കൂടുതൽ എന്തെങ്കിലും അറിയാണ്ടെങ്കിൽ നമ്മളുടെ വാട്സ്ആപ്പ് നമ്പർ ആയിട്ടുള്ള 8848030018 നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട, അവർക്ക് ഷെയർ ചെയ്യാനും മറക്കണ്ട.